യെശയ്യാ പ്രവചനം 51 അധ്യായം 3 വാക്യം. യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു, അവൻ അതിൻ്റെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ച് അതിൻ്റെ മരുഭൂമിയെ ഏദനെ പോലെയും അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയുമാക്കുന്നു. ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതഘോഷവും അതിൽ ഉണ്ടാകും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അനേകം പ്രാവശ്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ധ്യാനിച്ചതായ ഒരു വചനമാണ് യെശയ്യാ പ്രവചനം 51 അധ്യായത്തിൽ നിന്ന് അനേക വചനങ്ങൾ സിയോനെ ദൈവം ആശ്വസിപ്പിക്കുന്ന ആശ്വാസം. ദൈവത്തിൻ്റെ വാസസ്ഥലമായ സിയോൻ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണതയായ സിയോനിൽ നിന്ന് ദൈവം പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന സ്ഥലം. ദൈവത്തിനൊരു വാസസ്ഥലമുണ്ട്. നാം ദൈവത്തിൻ്റെ വാസസ്ഥലമാകുമ്പോൾ നമ്മിൽ കൂടെ ദൈവം പ്രകാശിക്കുന്നു. എന്നാൽ ഒരിക്കൽ ദൈവം നമ്മിൽ കൂടെ പ്രകാശിച്ചു കഴിയുമ്പോൾ നമ്മുടെ വിചാരം നമ്മളിൽ കുറവുകളൊന്നുമില്ല, ദൈവം വസിക്കുന്ന ആലയമാണ് നമ്മുടെ ശരീരമെന്നുള്ളതായ വചനത്തിൽ നമ്മളിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കും. നമ്മളിലുള്ളതായ തെറ്റുകളെയും ആ ചേറ്റുകണ്ണങ്ങളെയും കാണുവാൻ നമ്മുടെ കണ്ണ് പ്രകാശിക്കുന്നില്ല. എന്നാൽ ദൈവം നോക്കുമ്പോൾ സിയോൻ ആശ്വാസമറ്റവളായി കാണും. ദുഃഖമാണ്, സങ്കടമാണ്, ആവലാതിയാണ്, പ്രയാസമാണ്, പ്രവാസമാണ്. അവളുടെ ജീവിത അനുഭവം എപ്പോഴും പ്രവാസത്തിലാണ്. അഗതികളായിട്ട് പലയിടത്തും അടിമകളായി കഴിയേണ്ടതായ അവസ്ഥ. എന്നാൽ ദൈവം അതിൽ നിന്നൊക്കെയും അവരെ വിടുവിച്ചു കൊണ്ടുവരുന്നു. അതിനുശേഷം ദൈവത്തിൻ്റെ ദൃഷ്ടി അതിന്മേൽ സിയോനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ദൈവം കരുണ കാണിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, അതിൻ്റെ സകല ശൂന്യ സ്ഥലങ്ങളെയും ഞാൻ ആശ്വസിപ്പിക്കും. അനേക സ്ഥലങ്ങൾ ശൂന്യമായി കിടക്കുകയാണ് സിയോനിൽ, ദൈവത്തിൻ്റെ വാസസ്ഥലം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ശൂന്യ സ്ഥലങ്ങളുണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് തിരിച്ചറിയുന്നു. നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല, ഒന്നുമില്ല. അവിടെ അനേക ഗോപുരങ്ങൾ കാണേണ്ടതാണ്, മതിലുകൾ കാണേണ്ടതാണ്, പ്രാർത്ഥനാലയങ്ങൾ കാണേണ്ടതാണ്, അനേക ജ്ഞാപക പീഠങ്ങൾ അവിടെ കാണേണ്ടതാണ്, അനേക മനോഹര വസ്തുക്കൾ അവിടെ കാണേണ്ടതാണ്, അനേക അനുഭവ സാക്ഷ്യങ്ങൾ അവിടെ കാണേണ്ടതാണ്. എന്നാൽ ദൈവം നോക്കുമ്പോൾ ആ സിയോനിൽ ഒന്നുമില്ല, ശൂന്യ സ്ഥലങ്ങളെ. എങ്കിലും ദൈവം തള്ളിക്കളയാതെ ശൂന്യ സ്ഥലങ്ങളെ ഞാൻ ആശ്വസിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം അതാണ്. അതിനുശേഷം ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അതിൻ്റെ മരുഭൂമി അതിനെ ഏദനെ പോലെയാക്കും. എന്ന് പറഞ്ഞാൽ എത്ര നട്ടിട്ടും എത്ര പ്രാവശ്യം വചനങ്ങൾ കേട്ടിട്ടും ഏതെല്ലാം പ്രാവശ്യം നമ്മളെ പുതുക്കിയിരുന്നാലും ശരി, മരുഭൂമിയിൽ ഒരു വിളവുണ്ടാകുന്നില്ല. ഉപ്പുമണ്ണാണ്, ഉപ്പ് പഠനയ്ക്കായിട്ട് വിട്ടേക്കുന്ന ചേറ്റുകണ്ടങ്ങളാണ്. ഏതൊരു ചെടികൾ കൊണ്ട് നട്ടിരുന്നാലും 2 ദിവസം കൊണ്ട് അത് ചത്തുപോകും. വെള്ളമില്ലാത്ത സ്ഥലം, അതിനെയാണ് മരുഭൂമി എന്ന് പറയുന്നത്. മറ്റ് വൃക്ഷലതാദികളൊന്നുമില്ല. ഒരു ചെടിയും വെച്ചാൽ കിളിക്കത്തില്ല. ഒഴിക്കുവാൻ വെള്ളമില്ല, ജലസ്രോതസ്സുകളില്ല. ഉള്ള വെള്ളം എവിടെയെങ്കിലും അല്പം വെള്ളം കണ്ടുകിട്ടിയാൽ അവിടെ മുഴുവനും ഉപ്പാണ്. സ്വീറ്റ് വാട്ടർ ഇല്ല. ദൈവത്തിന് മഹത്വമുണ്ടാവട്ടെ. എന്നാൽ അവിടെ ഒരു വിളവുണ്ടാക്കണമെങ്കിൽ, ഒരു സസ്യം വളരണമെങ്കിൽ തീർച്ചയായിട്ടും ആ മണ്ണ് സ്വീറ്റ് സാൻഡാകണം. ആ മണ്ണിനെ ശുദ്ധീകരിക്കണം. മരുഭൂമിയിൽ അങ്ങനെയാണ്. ആ ഉപ്പുമണ്ണിനകത്ത് നമുക്കൊന്നും നട്ടാൽ കിളിർക്കാൻ പറ്റത്തില്ല. ആ മണ്ണിനെ എടുത്തു കളഞ്ഞതിന് ശേഷം അവിടെ സ്വീറ്റ് സാൻഡ്, അതായത് മധുരമുള്ളതായ മണ്ണ്, ചെടികൾക്ക് അതിൻ്റെ വേരോട്ടത്തിന് തക്കതായ മണ്ണ് നിറയ്ക്കണം. അതിനുശേഷം അതിന് ഒഴിക്കുന്ന വെള്ളവും അത് സ്വീറ്റ് വാട്ടർ ആയിരിക്കണം. ഉപ്പ് വെള്ളം ഒഴിച്ചാൽ അത് വീണ്ടും ചത്തുപോകും. ഉപ്പ് അവിടെ ആ ജീവജാലങ്ങളെ കൊന്നുകളയും, അല്ലെങ്കിൽ വൃക്ഷങ്ങളെ നശിപ്പിക്കുന്നു. എന്നാൽ ദൈവം പറയുന്നു, ആ ഏദനെ പോലെ ഞാൻ അതിനെ ആശ്വസിപ്പിക്കും, ഏദൻ തോട്ടത്തെ പോലെ ഞാൻ അതിനെ വളർത്തും, അതിൻ്റെ ശൂന്യ സ്ഥലങ്ങളെയെല്ലാം ഫില്ല് ചെയ്യും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു കാര്യം കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, സിയോനെ ഞാൻ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിന് മാത്രമേ ദൈവത്തിൻ്റെ വാസസ്ഥലത്തെ ആശ്വസിപ്പിക്കാൻ കഴിയുള്ളൂ. കാരണം അതിന് മനുഷ്യൻ്റെ റീച്ചിങ്ങിലും എബവ്, ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ എബവ് അവർ റീച്ചിങ് കപ്പാസിറ്റി. നമുക്ക് കടന്നു ചെല്ലുവാൻ കഴിയാവുന്നതായ അതിനേക്കാളും വളരെ വളരെ ഉന്നതത്തിൽ സ്വർഗീയ സ്ഥലങ്ങളിൽ ദൈവം മനുഷ്യനെ, ആ വിശ്വാസി ഗണത്തെ അല്ലെങ്കിൽ ഒരു ആത്മീകനെ കൊണ്ടുവന്ന് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണ് വിശ്വാസത്താൽ.
അങ്ങനെ വിശ്വാസത്താൽ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരിക്കുന്നതായ ഒരു മനുഷ്യനെ റിപ്പയർ ചെയ്യുവാൻ മനുഷ്യകരങ്ങൾക്ക് പോകാൻ കഴിയില്ല. ദൈവത്തിൻ്റെ സന്ദർശനം അവിടെ ആവശ്യമാണ്. ദൈവം ആശ്വസിപ്പിച്ചെങ്കിൽ മാത്രമേ നിലനിൽക്കുന്നതായ ഒരു ആശ്വാസം നമുക്ക് ലഭിക്കുകയുള്ളൂ. ദൈവത്തിന് മഹത്വമുണ്ടാകും. സിയോനെന്നും യെരൂശലേമെന്നും പല നാമത്തിൽ കൂടെ നമുക്ക് തിരിച്ചറിയുവാൻ വേണ്ടി വേദപുസ്തകം തരുന്നതായ നാമങ്ങളിൽ കൂടെ നാം നമ്മെ തിരിച്ചറിയുന്നു. വി ഐഡൻറ്റിഫൈ അവേഴ്സെൽഫ്. നമ്മളെ തന്നെ നമ്മൾ എവിടെ സിറ്റുവേറ്റഡ് ആണെന്നുള്ളതായ ഒരു ലൊക്കേഷനായിട്ട് നമ്മളെ കൊണ്ടുവരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ നാം നമ്മെ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത് നമ്മൾ ആശ്വാസമില്ലാത്തവരാണ്. നമ്മളിൽ ശൂന്യ സ്ഥലങ്ങൾ ധാരാളമുണ്ട്. നമ്മളിൽ മരുഭൂമി ധാരാളമുണ്ട്. നിർജ്ജന പ്രദേശങ്ങളുണ്ട്. നോക്കൂ, അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയാക്കും. നിർജ്ജന പ്രദേശം എന്ന് പറഞ്ഞാൽ എന്താണ് നിർജ്ജന പ്രദേശം? ആദ്യം അവിടെ 3 വിധമായിട്ടുള്ള അനുഭവങ്ങളാണ് പറയുന്നത്. അവിടുത്തെ ശൂന്യ സ്ഥലങ്ങൾ, മരുഭൂമി, അതിനുശേഷം നിർജ്ജനം എന്ന് പറഞ്ഞാൽ ജനങ്ങളില്ലാത്തത്, സഹോദര്യ വർഗമില്ലാത്തവർ, അയൽക്കാരില്ലാത്തത്, കൂട്ടുകാരില്ലാത്ത സ്ഥലം, കാണുവാൻ ഒരു ജനങ്ങളുമില്ല, തനിച്ചാക്കപ്പെട്ടതായ സ്ഥലം, ഏകനായിരിക്കുന്ന സ്ഥലം, ഏകത്വം. അവിടെ നീ അന്യമാക്കപ്പെട്ടു പോയി. നീ അവിടെ പ്രവാസിയെപ്പോലെ അല്ലെങ്കിൽ ഒരു അടിമയെപ്പോലെ പത്മോസ് ദ്വീപിൽ യോഹന്നാനെ ആക്കിയതുപോലെ ആ ദ്വീപിലെങ്ങും ആരുമില്ല, നിർജ്ജനമാണ്. ഒരു ജനങ്ങളും അവിടെ എങ്ങുമില്ല. എന്നാൽ ദൈവം പറയുന്നു, ആ നിർജ്ജനത്തിൽ ദൈവം അനേക കൂട്ടുവിശ്വാസികളെ നിനക്ക് തരും, കൂട്ടു സഹോദരങ്ങളെ നിനക്ക് തരും, അല്ലെങ്കിൽ ആ യോദ്ധാക്കളെ നിനക്ക് തരും. നിർജ്ജന പ്രദേശങ്ങളെ ദൈവം ഫില്ല് ചെയ്യും. മരുഭൂമിയെ ദൈവം ഉദ്യാനമാക്കും. അതിനുശേഷം ശൂന്യ പ്രദേശങ്ങളെ കർത്താവ് അവിടെയെല്ലാം പല പല നിക്ഷേപങ്ങൾ കൊണ്ടുവരും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ 3 കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മളിൽ ആശ്വാസമുണ്ടാകുന്നത്. അതുവരെയും അത് ഫില്ല് ചെയ്യാത്തതായ ആത്മീക ജീവിതം ആശ്വാസപൂർണമല്ല, ആശ്വാസമറ്റവരാണ്. അവരുടെ ജീവിതത്തിൽ പലവിധമായിട്ടുള്ള പരാതിയും സങ്കടവും ദുഃഖങ്ങളും അവർക്കുണ്ടാകും. അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത് അതിൻ്റെ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നീതി അറിയുന്നവരും ഹൃദയത്തിൽ എൻ്റെ ന്യായപ്രമാണമുള്ള ജനവും ആയുള്ളവരെ എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്, അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും വരുത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതായ ശൂന്യതയും മരുഭൂമിയുടെ അനുഭവവും നിർജ്ജനത്വം എല്ലാം മനുഷ്യരുടെ ദൂഷണം, മനുഷ്യരുടെ നിന്ദ, നമ്മളെപ്പോലുള്ള അനേകരുടെ നമ്മുടെ ഭയപ്പെടുത്തുന്നതായ ഭീഷണി, അത് നമ്മെ ശൂന്യമാക്കുന്നു. അത് നമ്മെ നിർജ്ജനമുള്ളവരാക്കി, മറ്റുള്ള ആരും കൂട്ടുകാരില്ലാത്തവരാക്കി മാറ്റുന്നു, ഒറ്റപ്പെടുത്തുന്നു. അതിനുശേഷം നമ്മെ അത് ശൂന്യ സ്ഥലങ്ങളാക്കുന്നു, മരുഭൂമിയെ പോലെയാക്കി ഒരു ഫലവുമില്ലാത്തതാക്കി മാറ്റുന്നു. അങ്ങനെയുള്ള ദേശങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് ദൈവത്തിൻ്റെ വാഗ്ദാനം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സിയോനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി വരുന്നു. ദൈവം തരുന്ന ആശ്വാസം സമ്പൂർണ്ണമാകുമ്പോൾ നമ്മളിലെ ശൂന്യ പ്രദേശങ്ങളൊക്കെയും ഫില്ലാകുന്നു, നിറഞ്ഞു കവിയുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആരും കൂട്ടുകാരില്ലാതിരുന്ന സ്ഥാനത്ത് ദൈവം നമ്മുടെ ശത്രുക്കളെ പോലും നമ്മോട് ഇണക്കിക്കൊണ്ട് അവിടെ നിർജ്ജനമെന്നുള്ളൊരു വാക്കില്ല, തിരക്കുള്ള ഒരു പട്ടണം പോലെ നമ്മെ മനോഹരപൂർണമാക്കി തീർക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മരുഭൂമിയായ ഒരു അനുഭവവും ഇല്ലാതെ ദൈവത്തിൻ്റെ മുൻപിൽ ഫലങ്ങളൊന്നും കായ്ക്കാതിരുന്നതായ സ്ഥലങ്ങളൊക്കെയും ഇതാ അനേക വൃക്ഷലതാദികൾ, ഫലവൃക്ഷങ്ങൾ കൊണ്ടുവരുന്നതായ വളരെ മനോഹരമായ ദൈവത്തിൻ്റെ തോട്ടം പോലെയാകുന്നു. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ സ്നേഹിച്ച് ആശ്വസിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആശ്വാസമില്ലാതെ കഷ്ടതയിലായിരിക്കുന്ന ഒരു ഫലവും, ജീവിതത്തിൽ ഒരു ഫലവും, അനേകം പ്രാവശ്യങ്ങൾ ഫലം കാണുവാൻ വേണ്ടി പലതും നട്ടു പ്രയത്നിച്ചു, ഒന്നും കാണാൻ കഴിയാതിരുന്ന ദൈവത്തിൻ്റെ മക്കളെ, നിന്റെ ജീവിതം സന്തോഷപൂർണ്ണമാക്കുവാൻ ദൈവം ആശ്വാസമായി ഇറങ്ങി വരുന്നു. ആശ്വാസത്തിന് ദൈവത്തെ കാണുവാൻ, അവനെ കൺകുളിർക്ക കാണുവാൻ, അവനെ സ്വീകരിക്കുവാൻ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് ആശ്വാസത്തിൻ്റെ സമ്പൂർണ്ണത എന്തെന്ന് നീയും നിന്റെ കുടുംബവും തിരിച്ചറിയേണ്ടതിന് ഈ പകൽക്കാലം ദൈവത്തിൻ്റെ സന്ദർശനത്തെ കൈക്കൊള്ളുവാൻ, കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.